ആമുഖം പാർട്ട് 3. അടുത്ത വീഡിയോ മുതൽ ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നതാണ്. അതിനു മുൻപായി ഇംഗ്ലീഷ് ഭാഷയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ പറയേണ്ടത് ഇംഗ്ലീഷ് എന്ന പദത്തിന്റെ ഉച്ചാരണം ഇംഗ്ലീഷ് എന്ന പദത്തിനോട് അടുത്താണ് എന്നതാണ്. ഇംഗ്ലീഷ് എന്ന ഉച്ചാരണം ഒട്ടും തന്നെ ശരിയല്ല എന്നാണ് തോന്നുന്നത്. ഇംഗ്ലീഷ് ഒരു പരന്ന പ്രകൃതമുള്ള ഭാഷയാണ്. അതേസമയം മലയാളം അടക്കമുള്ള ഇന്ത്യൻ ഭാഷകൾ ഫ്യൂഡൽ ഭാഷകളാണ്. അതായത് ജന്മി അടിമ വ്യക്തിബന്ധ വാക്കോടുകളുള്ള ഭാഷകളാണ് ഇന്ത്യൻ ഭാഷകൾ. ഫ്യൂഡൽ ഭാഷകൾ പൊതുവായി പറഞ്ഞാൽ വളരെ സുന്ദര രൂപമുള്ള കവിതകളും മറ്റും രചിക്കാൻ വൻ കഴിവുള്ള ഭാഷകളാണ്. ഈവിധ ഭാഷകളിൽ രൂപകൽപ്പന ചെയ്തെടുക്കുന്ന സാമൂഹിക ഘടനകൾ ആ ഓരോ ഭാഷകളിലെ വാക്ക് രൂപങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിബന്ധ ഘടനയ്ക്ക് അനുസൃതമായിരിക്കും. എന്നാൽ ഇവയെല്ലാത്തിലും പൊതുവായി പറഞ്ഞാൽ വലിയ ആൾ, ചെറിയ ആൾ അഥവാ ഉന്നത വ്യക്തി, തരം താണ വ്യക്തി എന്ന വ്യക്തിബന്ധ വാക്കോടുകൾ നിറഞ്ഞു നിൽക്കും. മാത്രവുമല്ല, ഉന്നതനെ സാർ എന്ന് സംബോധന ചെയ്താൽ തിരിച്ച് നീ എന്ന് സംബോധന ചെയ്യിക്കാൻ ഉത്സാഹം നൽകുന്ന ഭാഷകളാണ് ഫ്യൂഡൽ ഭാഷകൾ. മലബാറി ഭാഷയുടെ കാര്യം പറഞ്ഞാൽ അത് ഈ പ്രകാരമാണ്: നിങ്ങൾ, ഇനി. മലയാളത്തിൽ ഇതിന്റെ രൂപം സാർ, നീ എന്നാകും. ഹിന്ദിയിൽ ഇത് ആപ്, തൂ എന്ന രീതിയിലാവും. ഓരോ ഭാഷയിലെയും മറ്റു വാക്കുകളുടെ സ്വഭാവരൂപങ്ങൾ ഈ വാക്കുകളുടെ അർത്ഥത്തെയും അവ നൽകുന്ന ഊർജ്ജസ്വലതയുടെയും അതുമല്ലെങ്കിൽ പ്രഹരത്തിന്റെയും ഊക്കിനെ സ്വാധീനിക്കാം. ഇങ്ങൾ, ഇനി എന്ന കോഡിംഗ് ഒരുതരം സാമൂഹികവും കുടുംബപരവും വ്യക്തിബന്ധപരവുമായ ഒരു ഏണിപ്പടി തന്നെ സൃഷ്ടിക്കും. ഈ ഏണിപ്പടിയിലെ ഓരോ പടിയിലും ഈ ഇങ്ങൾ എന്ന കോഡിംഗ് മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചും ഉന്തിക്കൊടുത്തും നിൽക്കും. അതേസമയം ഇനി എന്ന കോഡിംഗ് താഴേക്ക് ചൂണ്ടിക്കാണിച്ചും അമർത്തിപ്പിടിച്ചും നിൽക്കും. ഈ എണിപ്പടിയിലെ ഏറ്റവും മുകളിലെ പടിയിൽ നിൽക്കുന്ന വ്യക്തി ഒരുതരം മഹാത്മാവും ഏറ്റവും കീഴിലെ പടിയിൽ നിൽക്കുന്ന വ്യക്തി വ്യക്തിപ്രഭാവം കുറഞ്ഞ വ്യക്തിയുമാവും ആ ഏണിപ്പടിക്കുള്ളിൽ. ഈ വിധമായുള്ള വ്യക്തിബന്ധ കണ്ണികൾ വൻ അച്ചടക്കമുള്ള ഒരു ആൾനിര തന്നെയായിരിക്കും. പോരാത്തതിന് വ്യക്തിബന്ധങ്ങൾക്ക് വൻ മൂല്യവും ബലവും നൽകുന്നവയാണ് ഈ വിധ ഭാഷകൾ. ഉദാഹരണത്തിന്, ഒരു സർക്കാർ ഓഫീസിലെ ഗുമസ്തനെ വ്യക്തിബന്ധത്താൽ സാർ, നിങ്ങൾ, ചേട്ടൻ, നീ എന്നെല്ലാമുള്ള വാക്കുകളിൽ ആ ആളുമായി വ്യക്തിബന്ധമുള്ള ആളുടെ ആവശ്യപ്പെടലുകൾ ആ ഗുമസ്തൻ ശിരസാ വഹിച്ചേക്കാം. എന്നാൽ ഇതേ ഗുമസ്തന്റെ അടുത്ത് പൊതുജനത്തിൽപ്പെട്ട ഒരാൾ വന്നാൽ ആ ആളുടെ ആവശ്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകാൻ ഭാഷാവാക്കുകൾ നിർദ്ദേശിക്കില്ല. അതേസമയം ഇംഗ്ലീഷ് ഭാഷാവാക്കുകളിൽ മുകളിൽ പരാമർശിച്ചതുപോലുള്ള ഒരു ഏണിപ്പടി സങ്കല്പമില്ല. എന്നിരുന്നാലും എന്തും ഏതുമാവാം എന്ന രീതിയിലല്ല കാര്യങ്ങൾ. ഇംഗ്ലീഷ് ഭാഷ സൃഷ്ടിക്കുന്ന സാമൂഹിക ഘടനയും കുടുംബ ബന്ധങ്ങളും ജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധങ്ങളും മറ്റും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. ഉദാഹരണത്തിന്, ഇംഗ്ലണ്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നത് പൊതുജനത്തിന് കീഴിൽ സ്ഥാനീകരിക്കപ്പെട്ട സർക്കാർ ഓഫീസുകളിലെ തൊഴിലുകാർ മാത്രമാണ്. അവരിൽ മിക്കവരും കാര്യമായ മറ്റെന്തെങ്കിലും നൈപുണ്യങ്ങൾ ഉള്ളവരല്ല. അതിനാൽ തന്നെ അവിടെയുള്ള ഒരു കല്ലാശാരിക്ക് കിട്ടുന്ന മാസവരുമാനം പോലും മിക്ക സർക്കാർ ഗുമസ്തർക്കും മറ്റും ലഭിക്കില്ല.
കാരണം കല്ലാശാരി എന്നത് കാര്യമായ തൊഴിൽ നൈപുണ്യമുള്ള വ്യക്തിയാണ്. പൊതുജനത്തിൽപ്പെട്ട വ്യക്തി സർക്കാർ ഉദ്യോഗസ്ഥനെ സാർ, മാഡം, മേഡം, സാബ്, മേം സാബ് തുടങ്ങിയ വാക്കുകളിൽ സംബോധന ചെയ്യേണ്ടതില്ല. മറിച്ച് പേരിന് മുന്നിൽ മിസ്റ്റർ അല്ലെങ്കിൽ മിസസ് തുടങ്ങിയ പദങ്ങൾ ചേർത്തുകൊണ്ട് അവരെ പൊതുജനത്തിൽപ്പെട്ട വ്യക്തിക്ക് സംബോധന ചെയ്യാം. ഈ വിധ വാക്കുകൾ ഔപചാരിക ബന്ധത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്, വിധേയത്വമല്ല പ്രകടിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ പെടുന്ന വ്യക്തിയല്ല എന്നാണ് മിസ്റ്റർ, മിസസ് തുടങ്ങിയ പദങ്ങൾ സൂചിപ്പിക്കുക. ഇന്ത്യയിൽ സർക്കാർ ഓഫീസ് തൊഴിലുകാർക്ക് ഇന്ത്യയിലെ ഒരു സാധാരണ തൊഴിലുകാരന് ലഭിക്കുന്നതിനേക്കാൾ 10 മുതൽ 50 ഇരട്ടി വരെ മാസവരുമാനം 13 മാസക്കാലം വാർഷികമായി ലഭിക്കും. ഇത് യഥാർത്ഥത്തിൽ പ്രാദേശിക ഫ്യൂഡൽ ഭാഷകളാണ് നിർബന്ധിതമാക്കുന്നത്. കാരണം സാമൂഹിക അച്ചടക്കം എന്ന ഒരു കാര്യത്തിന്റെ അനിവാര്യത ഫ്യൂഡൽ ഭാഷകൾ നിർദ്ദേശിക്കുന്നുണ്ട്. മലയാളം ഭാഷ സംസാരിക്കുന്ന എല്ലാ മനുഷ്യപ്രവർത്തന വേദികളിലും ഇതേ കോടി പടർന്നു കിടക്കുന്നുണ്ട്. സർക്കാർ ഓഫീസ് തൊഴിലുകാരെ ഉയരങ്ങളിൽ നിർത്തേണം എന്ന് മലയാളം പോലുള്ള ഭാഷകൾ നിർദ്ദേശിക്കും. ഇനി മറ്റൊരു കാര്യം, മലയാളവും മറ്റ് ഫ്യൂഡൽ ഭാഷകളും അവൻ അദ്ദേഹമായി മാറുമോ എന്നൊരു പേടി മറ്റു വ്യക്തികളുടെ മനസ്സിൽ ചേർത്തപ്പെടും. ഈ വിധമായുള്ളൊരു ഭയം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് മനസ്സിൽ സൃഷ്ടിക്കാനാവില്ല. കാരണം ഇംഗ്ലീഷിൽ അവൻ, അയാൾ, അദ്ദേഹം എന്നും അവൾ, അയാൾ, അവര് എന്നും ഉള്ള വേർതിരിവ് വ്യക്തികളിൽ സൃഷ്ടിക്കാനാവില്ല. ആകെയുള്ളത് ഹി, ഷീ എന്ന വാക്കുകളും മറ്റ് 3 വ്യാകരണ രൂപങ്ങളുമാണ്. കലർപ്പില്ലാത്ത ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവരിൽ പൊതുവായി കാണുന്ന ഒരു സ്വഭാവം കാര്യങ്ങൾ നേരെ ചൊവ്വെ സംസാരിക്കുക എന്നതാണ്. ഫ്യൂഡൽ ഭാഷകളിൽ പൊതുവായി കാണുന്ന രീതി ആദ്യം വൻ ബഹുമാനവും അടിയാളത്ത ഭാവവും പ്രകടിപ്പിക്കുക, പിന്നീട് സാവധാനത്തിൽ ആളെ അളന്ന് ആൾ അത്ര കണ്ട് വലിയ ആളല്ല എന്ന് തിരിച്ചറിഞ്ഞുവെന്ന് സൂചിപ്പിച്ച് ഈ അടിയാളത്ത ഭാവം പിൻവലിക്കുകയും ചിലപ്പോൾ തരം താഴ്ത്തുന്ന നീ, അവൻ അല്ലെങ്കിൽ അവൾ വാക്കുകളിലേക്ക് സംബോധനയും പരാമർശവും എത്തിക്കുക എന്നതാണ്. ഇത് ഫ്യൂഡൽ ഭാഷാ വേദികളിൽ വളരെ കാര്യക്ഷമമായ ഒരു വ്യക്തിബന്ധ സംവിധാനം തന്നെയാണ്. ഫ്യൂഡൽ ഭാഷകളെക്കുറിച്ചും അവ സൃഷ്ടിക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡ ചരിത്രം, ഒരു അനുഭാവി ചിത്രീകരണം എന്ന എൻ്റെ ഗ്രന്ഥം വായിക്കുക. അതിലേക്കുള്ള ലിങ്ക് ഈ വീഡിയോയിന് കീഴിൽ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മലയാളം ഭാഷാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കുന്നിടത്ത് ഇംഗ്ലീഷ് ഭാഷാ സമ്പ്രദായങ്ങൾ ഉപയോഗിക്കരുത് എന്നതാണ്. കാരണം രണ്ടും 2 വ്യത്യസ്ത മനുഷ്യ ബന്ധ കണ്ണികളുള്ള ഭാഷകളാണ് എന്നത് തന്നെ. എന്താണ് ഇംഗ്ലീഷ് ഭാഷാ സമ്പ്രദായങ്ങൾ എന്നത് വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ വ്യക്തികൾ തമ്മിൽ വിധേയത്വം, അടിയാളത്വം, ദാസ്യഭാവം, ഉന്നതനെ വാനോളം ഉയർത്തണമെന്ന തിരിച്ചറിവ്, മേധാവിത്വ ഭാവം, മറ്റുള്ളവരിൽ ചിലരെ തരം താഴ്ത്തണം തുടങ്ങിയ ഉത്തേജനങ്ങൾ മനസ്സിൽ വരുത്താൻ പ്രയാസമാണ്. ഇംഗ്ലീഷിൽ ആകെ ചെയ്യാവുന്നത് അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് കറുത്ത വർഗക്കാരെ ഇംഗ്ലീഷ് പഠിച്ചെടുത്ത വെള്ളക്കാരും മറ്റും അപമാനിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് നിഗർ എന്നത്. എന്നാൽ ഈ വാക്ക് മലയാളത്തിലെ നീ, അവൻ, അവൾ തുടങ്ങിയ വാക്കുകളിൽ നിന്നും
തികച്ചും വ്യത്യസ്ത കോഡിംഗ് ഉള്ളതാണ്. നേരെ നിൽക്കുക, നടുകുനിക്കാതെ നിവർന്നിരിക്കുക, ദാസ്യഭാവമോ മേധാവിത്വ ഭാവമോ പ്രകടിപ്പിക്കാതെ നേരെ കണ്ണിൽ നോക്കി സംസാരിക്കുക തുടങ്ങിയ ശാരീരിക ഘടനകൾ ഇംഗ്ലീഷ് ഭാഷയിൽ പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത ന്യൂട്രൽ ഭാവങ്ങളാണ്. എന്നാൽ ഇവ മലയാളം ഭാഷയിൽ ജീവിക്കുകയും ആ ഭാഷയിൽ താഴ്ന്ന സ്ഥാനക്കാരനായി തിരിച്ചറിയപ്പെടുന്നതുമായ ഒരാൾ പ്രകടിപ്പിച്ചാൽ പലപ്പോഴും ഒരു പ്രകോപനപരമായ ശാരീരിക ഘടനയായി ആണ് അത് പൊതുവായി മനസ്സിലാക്കപ്പെടുക. ഇംഗ്ലീഷിൽ ഔപചാരിക ബന്ധമുള്ളവരെ കാണുമ്പോൾ ഉപയോഗിക്കാവുന്ന അഭിവാദ്യ വാക്കുകളാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് തുടങ്ങിയവ. ഹസ്തദാനം ചെയ്യേണ്ടത് ആത്മമിത്രങ്ങളുമായും സുഹൃത്തുക്കളുമായും ഒരേ സാമൂഹ്യ നിലവാരമുള്ളവരുമായും മറ്റുമാണ്. വല്ല ഔപചാരിക സംഭാഷണ വേദിയിൽ വച്ചും ആവാം. പണ്ടെപ്പോഴോ ചെറുതായി ഒന്ന് സംസാരിച്ച് പരിചയമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഹസ്തദാനം ചെയ്യാനായി ഒരുമ്പിടരുത്. ഉന്നത സ്ഥാനക്കാരനും കീഴ്സ്ഥാനക്കാരനും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉന്നത സ്ഥാനക്കാരൻ കൈനീട്ടിയാൽ മാത്രം ഹസ്തദാനം ചെയ്യുക. ഇംഗ്ലീഷിൽ എഴുതുന്ന അവസരത്തിൽ കഴിയുമെങ്കിൽ ഇംഗ്ലണ്ടിലെ പാരമ്പര്യ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുള്ള വാക്ക് സ്പെല്ലിംഗ് ആണ് ശരിയായവ. ചില വാക്കുകളുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് താഴെ കാണുക: കളർ, സെന്റർ, തിയേറ്റർ, ഹാർബർ, ചെക്ക്, പ്രോഗ്രാം, നെയ്ബർ, ടയർ, ട്രാവലർ, എൻറോൾ, വൈപ്പർ, സേവിയർ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇംഗ്ലീഷിൽ സന്ദേശങ്ങൾ എഴുതി അയക്കുമ്പോൾ വാക്കുകളെ ഹ്രസ്വരൂപത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന് വേർ ആർ യു എന്ന് എഴുതുന്നതിന് പകരം വേർ ആർ യു എന്ന് തന്നെ എഴുതുക. ആദ്യത്തേത് നിലവാരം കുറഞ്ഞ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരാൾ പറഞ്ഞ കാര്യം വ്യക്തമായി മനസ്സിലായില്ല എങ്കിൽ പാർഡൻ എന്ന് ആ ആളോട് പറയുക. സോറി എന്നല്ല പറയേണ്ടത്. ഇനി ഈ ക്ലാസിന്റെ കാര്യം പറയാം. അടുത്ത വീഡിയോ മുതലാണ് ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിക്കുന്നത്. ആഴമേറിയ വ്യാകരണ നിയമങ്ങൾ യാതൊന്നും പഠിപ്പിക്കാതെയുള്ള ഒരു ഇംഗ്ലീഷ് പഠനമാണിത്. മിക്ക വീഡിയോകളും വെറും 13 മുതൽ 20 മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുള്ളവയാണ്. പഠിപ്പിക്കുന്ന വാക്യങ്ങൾ ആവർത്തിക്കേണ്ടതാണ്. ഈ പഠനം ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകളുടെ ഒരു ഭൂപടം മനസ്സിൽ വരച്ചു തരും. എന്നാൽ ഇതുകൊണ്ട് മാത്രം മതിയാകില്ല. യൂട്യൂബിൽ പ്രത്യക്ഷപ്പെടുന്ന പലവിധ ഇംഗ്ലീഷ് പാട്ടുകളുടെയും സീരിയലുകളുടെയും വാർത്തകളുടെയും വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് വളരെ ഗുണം ചെയ്യും.